മാനിഫെസ്റ്റോ ഞാൻ വായിച്ചിരുന്നു. ഐ റിയലി അപ്രിഷ്യേറ്റ് ദിസ് എഫേർട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഇങ്ങനെ ഒരു നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് ആരും പുറത്തു കൊണ്ടേ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് കൊടുക്കുന്നില്ല. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് അവർ ആക്ടിവിറ്റി, കമ്മിറ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് ഐ റിയലി അപ്രിഷ്യേറ്റ് ദറ്റ് തിങ്. അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് സമ്മതിച്ചത്. നമ്മൾ സാധാരണ നമ്മൾ ഈ ദളിതർ, ഞാനും ദളിതാണ്, പാണൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്, നാട് പാലായാണ്, പഠിച്ചത് ചെന്നൈയിൽ, പിന്നെ നാട്ടിൽ കോട്ടയത്ത്, പിന്നെ ഇവിടെ ഈ പ്രസ് ക്ലബിലും ജേർണലിസം ചെയ്തത്. ഇവിടെയാണ് ഞാൻ ജേർണലിസം പഠിച്ചത്. ലോങ് ബാക്ക് 2007 or 8 അങ്ങാണ്ട ബാച്ചാണ് ഞാൻ. അപ്പം നമ്മൾ സാധാരണ ഈ ദളിത് ഇഷ്യൂസൊക്കെ പറയുമ്പോൾ കൂടുതലും നമ്മുടെ ശ്രദ്ധ എവിടെയാണെന്നറിയാമോ? നമുക്ക് നിലമില്ലാത്തതിലല്ല ശ്രദ്ധ, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടാത്തതിലല്ല ശ്രദ്ധ, നമുക്ക് മികച്ച ജീവിത സാഹചര്യമില്ലാത്തതിലല്ല ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സമയത്തും, ഇപ്പോൾ മുരളീധരൻ സാറ് പറഞ്ഞിട്ട് പോയി, ഒരു ദളിത് വിഭാഗമാണോ OBC ആണോ? ഞാൻ ആ വാർത്ത വായിച്ചു പോലുമില്ല. അമ്പലത്തിൽ കഴകം ചെയ്യാനും കൊട്ടാനും അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞതിലാണ് പൊതുബോധത്തിലുള്ള വിഷമം. അല്ലെങ്കിൽ കലോത്സവത്തിൽ ബ്രാഹ്മണിക്കൽ സദ്യയാണോ വിളമ്പിയത്, അതിലാണ് നമുക്ക് വിഷമം, അതിലാണ് തർക്കം മൊത്തം. 10-30 കൊല്ലം ഉദ്യോഗ തലത്തിലിരുന്ന് എല്ലാ പ്രിവിലേജും ആസ്വദിച്ച് റിട്ടയേർഡ് ആകുന്ന തലേ ദിവസം എന്നെ കറമ്പി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ ലൈവ് കണ്ട് അതിൽ പോരടിക്കുന്നതിലാണ് നമുക്ക് സന്തോഷം, വിഷമം. നമ്മൾ അതിലാണ് നമുക്ക് കമൻ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ വിഷയം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ലീസ്റ്റ് ബോധഡായി ഇത്തരം വിഷയങ്ങളൊന്നും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നന്നത്തെ ലൈഫിലെ പ്രതിസന്ധി നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഈ നവകേരളത്തിലും പുരോഗമന കേരളത്തിലും നേരിടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അത് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനാണ്. നമ്മൾ വടക്ക് നോക്കി യന്ത്രം ആയതുകൊണ്ട് UP നടക്കുന്നതും ബീഹാറിൽ നടക്കുന്നതും ദില്ലിയിൽ നടക്കുന്നതും മാത്രം വാർത്തകളായി കാണുന്നത് കൊണ്ടും ആ വാർത്തകൾ മാത്രം ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മളത് കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ അയൽവക്കത്ത് നടക്കുന്ന ഡിസ്ക്രിമിനേഷനും അട്രോസിറ്റീസും നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വിഷമം ഈ ചീഫ് സെക്രട്ടറിയെ കറമ്പി എന്ന് വിളിച്ചതിൽ നമ്മളിനി അവരുടെ ഒപ്പം നിൽക്കണോ അതോ നമ്മൾ അവർക്കെതിരായിട്ട് സംസാരിക്കണോ? പിന്നെ സംസ്കൃതം പഠിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരുണ്ട്, അവർ രാമൻ്റെ നീതികേട്, വേദങ്ങളുടെ സൂക്ഷ്മമായ പരിശോധന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കാര്യമാണ്. ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. അത് അവർ ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ, എന്ത് വേണേലും കാണിച്ചോട്ടെ. ഹൂ ബോദേഴ്സ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുക. കാരണം എനിക്കിപ്പോഴും താമസിക്കാൻ എൻ്റെ സർക്കാർ തരുന്നത് 350 സ്ക്വയർ ഫീറ്റിൻ്റെ ലൈഫ് മിഷൻ വീടാണ്. ഞാൻ ചോദിച്ചത് 1 ഏക്കർ സ്ഥലമാണ്. ആ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ ചോദിക്കുമ്പോൾ 5.25 ലക്ഷം ഏക്കർ സ്ഥലം മിച്ചഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് ഈ പിണറായി സർക്കാർ വെച്ച രാജമാണിക്യം കമ്മീഷൻ കണ്ടെത്തിയിട്ട് ആ കടലാസ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ അടുക്ക കള്ളം പറയുകയാണ്, ഭൂമിയില്ല. അതുകൊണ്ട് കോളനിയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം 15 സെൻറ്റാണ് കൊടുത്തോണ്ടിരുന്നത്, പിന്നെ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ അത് 10 ആക്കി, പിന്നെ 10 എന്നുള്ളത് 5 ആക്കി, പിന്നെ 5 എന്നുള്ളത് 3 ആക്കി. ഇപ്പം 3 സെൻറ്റും തരാനില്ല. അപ്പോൾ അത് വെർട്ടിക്കൽ കോളനി എന്നാണ് നമ്മളതിനെ പറയുന്നത്. അത് ഈ ബ്രസീലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ ഷവേല എന്ന് പറയും ബ്രസീലിലെ കോളനികൾ. ബാങ്കോക്കിലൊക്കെ ഉണ്ട്, ചൈനയിൽ ഷാങ്കായിലൊക്കെ വെർട്ടിക്കൽ കോളനി. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു കുടുംബത്തിനെ താമസിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു 10 നിലയുള്ള ഫ്ലാറ്റ് പണിതാൽ 350 സ്ക്വയർ ഫീറ്റിൽ 10 കുടുംബത്തിനെ താമസിപ്പിക്കാം. അപ്പം നിലം ചോദിച്ചാൽ തരില്ല, എന്നെ അവിടെ കൊണ്ട് ഒതുക്കിയിരിക്കുക. അപ്പം അങ്ങനെ നിലവില്ലാതെ എനിക്ക് ചുറ്റും നടക്കുന്ന അട്രോസിറ്റീസിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കറമ്പിന്ന് വിളിച്ചതാണോ പ്രശ്നം, കലോത്സവത്തിലെ സദ്യക്കകത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണോ പ്രശ്നം, അതോ രാമൻ്റെ നീതികേടാണോ പ്രശ്നം എന്നുള്ളത്. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. കാരണം മുരളി നേരത്തെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആരെയും സാറെന്ന് വിളിക്കാറില്ല കേട്ടോ, എന്നെയും റജി എന്ന് വിളിക്കാറില്ല. കാരണം സാറെന്ന് വിളിക്കുന്നത് എനിക്കത്ര ഒരു പിടുത്തവും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നെയും പേര് വിളിക്കൂ, ഞാൻ നിങ്ങളെയും പേര് വിളിക്കാം, അതിൽ ബഹുമാനമുണ്ട്, അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച തന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ഈ അട്രോസിറ്റീസ് എല്ലാം കൂടി ഒന്ന് കണക്കെടുത്ത് വെച്ച് നോക്കി. ഞാൻ ചുമ്മാ ചില സംഭവങ്ങൾ മാത്രം വായിച്ചേൽപ്പിക്കാം. 2016 തൊട്ട് ഓരോ സംഭവം മാത്രം, ഓരോ വർഷം ഓരോ സംഭവം. കാരണം ഒരുപാടുണ്ട്, ആ കണക്ക് ഞാൻ പിന്നെ പറയാം. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നിങ്ങൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ചർച്ചയ്ക്കകത്ത് വീണു പോകുമ്പോൾ ഇത് മറക്കരുത്.
2016 തലശ്ശേരിയിൽ അഞ്ജന അജിത എന്ന് പറഞ്ഞ 2 സഹോദരിമാർ ഒരു CPM ഓഫീസിലോട്ടെങ്ങാണ്ട് കാലെടുത്ത് വെച്ചെന്ന് പറഞ്ഞു. അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈക്കുഞ്ഞുമായിട്ട് ആ അഞ്ജന കസ്റ്റഡിയിൽ പോയത്. ആ അഞ്ജന അന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തലമുടി നാരിഴയ്ക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. നമ്പർ 1. 2017 നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. തലമുടി വളർത്തി എന്നുള്ളതിൻ്റെ പേരിൽ വഴിയെ പോയ ആ ചെറുക്കനെ, വിനായകനെ, ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി കസ്റ്റഡിയിൽ വെച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് ഡ്രഗ് അഡിക്റ്റാണ്, ഡ്രഗ് പെഡലറാണെന്ന് പറഞ്ഞ് അവനെ പിന്നെ റിലീസ് ചെയ്ത് പിറ്റേ ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. അത് കസ്റ്റഡിയിൽ ഡെത്തായിട്ട് തന്നെ എനിക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. വഴിയെ പോയതായിരുന്നു, കറമ്പനായിരുന്നു, തലമുടി വളർത്തിയതായിരുന്നു. ഇത് രണ്ടും മതിയായിരുന്നു പോലീസിന് കൊണ്ടുപോയി വെച്ചിട്ട് ഇടിക്കാനും പീഡിപ്പിക്കാനും പേടിപ്പിക്കാനും. ചെറുപ്പക്കാരനാണ്, പോലീസൊക്കെ കൊണ്ട് ഇപ്പം എന്നെപ്പോലും കൊണ്ടുപോയി വെച്ച് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ പേടിക്കും. 2018 അട്ടപ്പാടി മധു മോഷണ കുറ്റം. കയ്യിലുണ്ടായിരുന്ന ഏതാണ്ട് മഞ്ഞൾ പാക്കറ്റ് നാട്ടുകാർ ഇടിച്ചു കൊന്നതാണ്. പോലീസ് നോക്കി നിന്നു. വർഷങ്ങളായിട്ട് ഈ പിണറായി സർക്കാരിന് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന് കൊടുക്കാൻ പറ്റിയില്ല. അവസാനം മമ്മൂട്ടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്തത്. അങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നത്. 2019 പിന്നെ കോവിഡും അതും ഇതും തുടങ്ങിയൊക്കെ സമയമായിട്ട് 2020 തേൻകുരിശിയിൽ പാലക്കാട് സൈഡിൽ ഒരു ദുരപമാണി കൊലയുണ്ടായി. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടതും ഉയർന്ന ജാതിയിൽപ്പെട്ടതുമായുള്ള ഒരു പ്രണയവിവാഹം നടന്നപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആ കൊച്ചിൻ്റെ അവർ വെട്ടിക്കൊല്ലുവാണ്. അല്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനെ ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർ വെട്ടിക്കൊല്ലുക. തേൻകുറിശി റെക്കോർഡഡ് ആണ്. ഇതൊന്നും ഞാൻ പറയുന്നത് വാർത്തകളിൽ നിന്നല്ല, കേരളത്തിൻ്റെ പോലീസിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. 2021 ആറ്റിങ്ങിലെ പിങ്ക് പോലീസ് ഒരു കൊച്ചും അച്ഛനും കൂടി ഇതിൽ വന്നപ്പം കാറിൻ്റെ അകത്തുനിന്ന് പോലീസുകാരുടെ മൊബൈൽ ഫോൺ കാണാതെ പോയപ്പം നമ്മൾ കറുത്തതായ കൊണ്ടും നമുക്ക് നല്ല ഉടുപ്പില്ലാത്തത് കൊണ്ടും നമ്മുടെ കയ്യിൽ നല്ല വാച്ചില്ലാത്തത് കൊണ്ടും ആ കൊച്ചാണത് മോട്ടിച്ചെന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ അച്ഛൻ അന്ന് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ അച്ഛൻ എത്ര നാൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെന്നറിയോ, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. 2023 കോഴിക്കോട് വിശ്വനാഥൻ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10-14 കൊല്ലത്തിന് ശേഷം ഭാര്യ ആദ്യമായി പ്രസവിച്ചപ്പം ഒരു ട്രൈബൽ മാൻ വിശ്വനാഥൻ അവനവിടെ പോയിരുന്നു. ഭാര്യ പ്രസവിച്ചെന്നുള്ള സന്തോഷത്തിൽ പുള്ളി വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആരാണ്ട് ഒരു പേഴ്സ് കാണാതെ പോയി. അതിൻ്റെ അത് പൈസ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവനെ അവിടെ പിടിച്ചു വെച്ച് അടിച്ചു. അതിന് മനം നൊന്തി, ഒരു ട്രൈബാണ്. അപ്പോൾ അവൻ മനം നൊന്ത് പെട്ടെന്ന് അടുത്തുള്ള ഒരു റബ്ബറും തോട്ടത്തിൽ പോയി തൂങ്ങി മരിച്ചു. അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയത്തില്ല. അത് ആ പിക്ചർ നിങ്ങളാരും കണ്ടു കാണാൻ വഴിയില്ല. അതാരും പ്രസിദ്ധീകരിച്ചില്ല. ആ പിക്ചർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അന്നത്തെ ദിവസം ഉറക്കം നഷ്ടപ്പെടും. ആ കേസ് എന്തെങ്കിലും ആയോ? ഒന്നും ആയില്ല ആ കേസൊന്നും. പിന്നെ 2024 കോട്ടയത്ത് അമൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു കൊച്ചിനെ റാഗ് ചെയ്ത് ഓർമ്മയുണ്ടോ? ബ്ലേഡൊക്കെ വെച്ച് മുറിച്ച് മറ്റേ കോമ്പസൊക്കെ വെച്ച് കുത്തി. ഒരു നായരുകാർക്കനാണെങ്കിൽ ഇതുപോലെ ചെയ്യുമോ അവർ? ആ കൊച്ചു പട്ടികജാതിക്കാരനാണ്. ബാക്കിയുള്ള അപ്പർ കാസ്റ്റ് കുട്ടികൾ പോയിട്ട് ഇത് മനഃപൂർവ്വം ചെയ്യും. അപ്പോൾ നമ്മുടെ കണ്ണെപ്പോഴും വടക്ക് നോക്കി കേന്ദ്രമായതുകൊണ്ട് UP ആയതുകൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. 2025 ഗോകുൽ എന്ന് പറഞ്ഞൊരു ട്രൈബൽ കുട്ടിയെ ഓർമ്മയുണ്ടോ? ഈ ഒരു കൊച്ചിനെയും ഒരു പെങ്കൊച്ചിനെയും ഒരുമിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അത് പ്രണയമാണ്, ശൈശവമാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് പിന്നെ വിട്ടു. ഈ ചെറുക്കനെ പിടിച്ച് അകത്ത് വെച്ചു. ചെറുക്കൻ മറ്റേ ബാറിൽ ഷട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചെന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഗോകുൽ. പേര് പോലും നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല. നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് പക്ഷേ ചീഫ് സെക്രട്ടറി കറമ്പിയാണെന്ന് വിളിച്ചതിൽ അവർക്ക് വിഷമം വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് എൻ്റെ അടുത്തുള്ളതാണ്. ബിന്ദു മാല കാണാതെ പോയതിന് വ്യാജ എഫ്ഐആർ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ആ സ്ത്രീ അവിടെ പിടിച്ചു വെച്ചു. എന്നിട്ട് വെള്ളം ചോദിച്ചപ്പോൾ മൂത്രപ്പുരയിൽ വെള്ളമുണ്ട്, വേണം എടുത്ത് വെച്ച് കുടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒരു എഫ്ഐആർ ഇടുന്നു. എന്നിട്ട് ഇവരെല്ലാം കണ്ടെത്തിയിട്ട് അവരെ വെറുതെ വിടുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഈ പിണറായി സർക്കാരിൻ്റെ ഇടയിൽ നടക്കുന്നത്. ഈ പിണറായി സർക്കാർ ആരാണ്? വർക്കേഴ്സ് പാർട്ടി, ദളിതരുടെ മൊത്തം സംരക്ഷകരുടെ കുത്തക അവകാശം എടുത്തിട്ടുള്ള പാർട്ടി. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എങ്കിൽ പോലും പുള്ളി ട്രൈബാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസിഡൻ്റാണ് ആ പാലക്കാട് ആൾക്കാർ തല്ലിക്കൊന്നൊരു രാം മാധവ് നാരായണ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നീ മുസ്ലിമാണ്, ബംഗ്ലാദേശിയാണ്, മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് റോഡിൽ കല്ല് വെച്ച് ഇടിച്ചിട്ട് അവൻ ട്രൈബാണ് ഛത്തീസ്ഗഡിൽ നിന്ന്. ആ കേസിൽ 0 എഫ്ഐആർ ഇടുമ്പോൾ SC/ST അട്രോസിറ്റി ആക്ട് ഇട്ടിട്ടില്ലായിരുന്നു കേരള സംസ്ഥാന പോലീസ്. സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ, എന്നിട്ട് പരിശോധിച്ചിട്ട് ഞങ്ങൾ ആ SC/ST അട്രോസിറ്റി, അതായത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് പോക്കറ്റിലിട്ടുണ്ട് നടക്കണം. എന്നെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പോലീസിനെടുக்க പോകുമ്പോൾ സാർ ഞാൻ SC ആണ്, അതുകൊണ്ട് അട്രോസിറ്റി ആക്ട് ഫയൽ FIRൽ ബുക്ക് ചെയ്യണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥിതിയാണ് കേരളത്തിൽ. ഇതാണോ നവകേരളം? ഇതാണോ പുരോഗമന കേരളം? ഇതാണോ നവോത്ഥാന കേരളം? എനിക്ക് ഒരു താല്പര്യമില്ല. ഇപ്പം മുരളി സാറൊക്കെ വന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരു താല്പര്യമില്ല. കണക്ക് പോലീസിന് എടുക്കുന്നതാണ്.
2016 SC/ST അട്രോസിറ്റി ആക്ടിലെ കേസുകളുടെ എണ്ണം മാത്രം ഞാൻ പറയാം. ഈ ഒരു FIR ഇടണമെങ്കിൽ സാധാരണ നമ്മളൊരു കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ FIR ഇടണമെങ്കിൽ എടുക്കത്തില്ല, പോലീസ് എടുക്കത്തില്ല. ഇനി എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഹീനിയസ് ആയിട്ടുള്ളൊരു ക്രൈം ആണെങ്കിൽ മാത്രമേ പോലീസ് നിർബന്ധിതമായിട്ട് അവരെ നിർബന്ധിച്ചും അവർക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവർ FIRലെ SC/ST അട്രോസിറ്റി ആക്ട് ചേർക്കത്തുള്ളൂ. അങ്ങനെ ചേർത്ത കേസുകളുടെ എണ്ണം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആവറേജ് പറയാം. 2016 992 കേസുകൾ, 2017 1059, 2018 909, 2019 904, 2020 976, 2021 1081, 2022 1222, 2023 1313, 2024 1269, 2025 നവംബർ വരെയുള്ള കണക്കേ ഉള്ളൂ 1059. മൊത്തം 10,784 FIR അല്ലെങ്കിൽ SC/ST അട്രോസിറ്റി കേസുണ്ട്. അതായത് ഒരു വർഷം ശരാശരി 1000 കേസുണ്ട്. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365. അപ്പോൾ ഒരു വർഷം 365 എന്ന് വെച്ചിട്ട് 1000 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി 3 SC/ST അട്രോസിറ്റി കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നുണ്ട്. ഒരു ദിവസം 3. നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ് കേരളത്തിൽ? ആകെ ജനസംഖ്യയുടെ 10% ഉള്ളൂ. ഈ 10% വരുന്ന നമ്മൾ ഒരു ദിവസം നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തുമുള്ള 3 പേർക്ക്, എനിക്കോ നിങ്ങൾക്കോ ഇത് സംഭവിക്കാം, 3 പേർക്ക് ഈ SC/ST അട്രോസിറ്റി നേരിടുന്നുണ്ടെങ്കിൽ ഇത് നവോത്ഥാന കേരളമാണോ, പുരോഗമന കേരളമാണോ, നവകേരളമാണോ, പിണറായി 3 ആണോ, പിണറായി കേരളമാണോ എന്നൊന്നും എനിക്കൊരു വിശ്വാസമല്ല. എനിക്ക് ഒരു രീതിയിലും ഈ സംസ്ഥാനത്ത് പുരോഗതിയുണ്ട്, സോഷ്യൽ ഇക്വിറ്റി ഉണ്ട്, സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടെന്നൊന്നും പറയുന്നതിൽ ഒരു വിശ്വാസമല്ല. ഒരു ദിവസം 3 പേർക്ക് SC/ST കേസ് ഫയൽ ചെയ്യാൻ നിർബന്ധിതരാകുന്ന പുരോഗമന കേരള. ഇത് ഫയൽ ചെയ്യപ്പെടാതെ പോകുന്ന കേസുകളുടെ എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ധന്യാരാമൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അവരുടെ കയ്യിൽ ദിവസം 5-6 കേസുകളാണ് വരുന്നത്. അവർ കിടന്ന് ഓട്ടുക പോലീസ് സ്റ്റേഷനിൽ, മൈക്രോ ലെവലിൽ കിടന്ന് ഓടുകയാണ്. ഇത് കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ അടുത്തിടെ ഒരു വെള്ളനാട് ശശിയുടെ കാര്യം പറയുന്നുണ്ട്, ഒരു SC/ST അട്രോസിറ്റി കേസ്. അയാളെ കിട്ടാനില്ല, പന്നിയെ കൊന്ന കേസിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അയാളെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നു. ഫോറസ്റ്റ് പറയുക പുള്ളിയെ കിട്ടാനില്ല, അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് അയാൾ. ഇതാണ് നമ്മുടെ നവകേരളം. പിന്നെ സന്തോഷ് വരുമെന്ന് പറഞ്ഞിരുന്നു, സന്തോഷ് വന്നില്ല. അതുകൊണ്ട് സന്തോഷിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടെ തയ്യാറാക്കി. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ നോക്കിയെടുത്തത്. കാരണം ആ നോട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഫോണിൽ നോക്കി എഴുതിയെടുത്തു. സന്തോഷ് സാധാരണ ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് SC/ST ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 10 കൊല്ലത്തെ ഇടയിൽ ഈ പിണറായി സർക്കാർ, 2 പിണറായി 1 ആൻഡ് പിണറായി 2വിൻ്റെ കേരളത്തിൽ നടന്നിട്ടുള്ളത് മാത്രം ഞാനൊന്ന് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ്. 2019-20 CAG റിപ്പോർട്ട് പറയുന്നത് 379 സ്കൂളുകൾ സമ്പൂർണ്ണ പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ രജിസ്ട്രേഷൻ ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നതുകൊണ്ട് 3499 പട്ടികജാതി കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അതിലൊരു കുട്ടി എൻ്റെ മകനാണ്. നമ്മളെപ്പോഴും ചെന്ന് ചോദിക്കും, ഇതെന്നാ വരാത്തെന്ന് ചോദിക്കും. അത് സാറേ, അത് സെക്രട്ടേറിയറ്റിലാണ്, വെബ്സൈറ്റാണ്, ടെക്നിക്കൽ ഗ്ലിച്ചാണ്. ഇത് പറഞ്ഞ പോലെ ഇത് എൻ്റെ മകനും കിട്ടിയിട്ടില്ല, ഇളയ മോനും കിട്ടുന്നില്ല. 5437 എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ, കോളേജുകൾ, മറ്റേ എല്ലാം ഉണ്ട്. ഇതിലെല്ലാം കൂടി ചേർത്തിട്ട് ഈ ഗ്രാൻഡ് കിട്ടാത്ത കുട്ടികളുടെ എണ്ണം 23,138 പട്ടികജാതി കുട്ടികൾ. 23,000 പേർക്ക് കിട്ടിയിട്ടില്ല. അതായത് CAG പറയുന്നത് പട്ടികജാതി പട്ടികവർഗ കുട്ടികൾ 10 തൊട്ട് 15% വരെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. കാരണം CAG തന്നെ പറയുന്നു, പ്രോപ്പറായിട്ടുള്ള സർവേ ഇല്ല, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ല, ഫണ്ട് ഡൈവേഷനുണ്ട്, ഫണ്ട് ലാപ്സാക്കി കളയുന്നുമുണ്ട്. ഈ ലാപ്സാക്കി കളഞ്ഞതിനെ കുറിച്ചിട്ടാണ് സന്തോഷിൻ്റെ കഴിഞ്ഞ ആഴ്ച വന്നൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. 16,000 കോടിയോളം കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ലാപ്സായി പോയെന്ന് പറഞ്ഞിട്ട്. 2017-2022 ക്ലെയിം ചെയ്യാതെ, അതായത് കിട്ടേണ്ട പൈസയാണ്, ക്ലെയിം ചെയ്യാതെ കളഞ്ഞ പൈസയുടെ തുകയെന്ന് പറയുന്നത് 96 ലക്ഷം. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് കണ്ട് 500-600 കണ്ടേ ഉള്ളൂ. 96 ലക്ഷം ക്ലെയിം ചെയ്യാതെ വിട്ടു. നിങ്ങളൊന്ന് ഓർക്കുക, 96 ലക്ഷം നമ്മളത് ക്ലെയിം ചെയ്യാതെ ബ്യൂറോക്രസിയുടെ നൂലാമാലയ്ക്കകത്തിട്ട് കളയുമ്പോൾ കൃത്യമായിട്ട് MP-യുടെ പെൻഷനും മന്ത്രിയുടെ ശമ്പളവും വാങ്ങിക്കുന്ന മന്ത്രിയാണ് MP രാജേഷ്. കൃത്യമായിട്ട് 52,000 രൂപയുടെ കണ്ണാടി മേടിച്ച് വെക്കുന്ന മന്ത്രിമാർ ഇവിടെയാണ്. 1-2 കോടിക്കടുത്ത് ചികിത്സാ സഹായത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നികുതി പൈസയിൽ നിന്ന് എടുത്തിട്ട്
ചിലവാക്കി അത് റീഇംബേഴ്സ് ചെയ്ത് മേടിക്കുന്ന കഴിവുള്ള മന്ത്രിമാർ ഭരിക്കുന്ന സർക്കാരുള്ളപ്പോഴാണ് ക്ലെയിം ചെയ്യാതെ 96 ലക്ഷം കളഞ്ഞത്. അതായത് ബ്യൂറോക്രസിയുടെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണത്. അങ്ങനെയാണ് അതങ്ങനെ പറയുക. ഇനി ഞാൻ ഇപ്പോൾ സന്തോഷ് ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ ഈ പ്ലാൻ പദ്ധതികളുടെ ഡൈവേർഷനും പ്ലാൻ പദ്ധതികളുടെ വീഴ്ചകളെയും കുറിച്ചിട്ടാണ് വിശദമായിട്ട് നോട്ട് തയ്യാറാക്കിയത്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോരുത്. അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ, അടുത്ത ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, വോട്ട് ചെയ്യാൻ പോകുമ്പം ഈ നമ്മുടെ ഈ അംബേദ്കറൈറ്റ്സിനും ദളിതർക്കും ഒരു സോഫ്റ്റ് കോർണറുണ്ട് ഇടതുപക്ഷത്തിനോട്, തൊഴിലാളി വർഗ പാർട്ടിയോട്. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി അവരാണ് സഹായിച്ചത്. ചുമ്മാതെയാണ് പറഞ്ഞു പറ്റിച്ചിട്ടുള്ള നരേഷം മാത്രമേ ഉള്ളൂ. ഭൂപരിഷ്കരണം മാത്രം എടുത്തു നോക്കിയാൽ 57 കൺസീവ് ചെയ്ത ഐഡിയ ആണ് KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ. 57 60 ആക്ട് പാസ്സാക്കി, 69 ആക്ട് പാസ്സാക്കി, 72 കൊടുത്തു തുടങ്ങി. അപ്പോൾ അന്ന് ഈ കണക്കെടുത്തപ്പോൾ കണ്ടുപിടിച്ചത് സംസ്ഥാനത്ത് 10 ലക്ഷം ഏക്കർ മിച്ചഭൂമിയുണ്ട്. 1 ലക്ഷം ഏക്കർ നമുക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇന്നേക്ക് വരെ എന്നെ ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ഇന്നേക്ക് വരെ 1 ലക്ഷം ഏക്കർ കൊടുത്തു തീർത്തിട്ടില്ല. 60,000 ഏക്കർ മാത്രമേ കൊടുത്തു തീർത്തിട്ടുള്ളൂ ഇന്നേക്ക് വരെ. ഇടതുപക്ഷം ഭരിച്ചു, വലതുപക്ഷം ഭരിച്ചു, പിന്നെ BJP സീനിലില്ല ഇന്നേക്ക് വരെ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാനുവും ഗീതാനന്ദനും മറ്റും സമരം ചെയ്തത്. അന്ന് അവർ ചോദിച്ചത് 1 ഏക്കർ സ്ഥലമാണ്. 1 ഏക്കർ സ്ഥലം ചോദിച്ചു കഴിഞ്ഞപ്പം 640 കുടുംബങ്ങളാണ് സമരത്തിന് വന്നത്. അപ്പോൾ ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ പഠിക്കുക. അപ്പം ഞാനപ്പോൾ അവിടെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഗീതാനന്ദ മാഷനോട് ഒത്തിരി സംസാരിക്കുമായിരുന്നു. 640 കുടുംബങ്ങൾ ഭൂമി ചോദിച്ചപ്പം അവിടെ പിന്നെ വെടിവെപ്പും ബഹളവും ആട്ടി ഓടിയും അതും ഇതുമെല്ലാം. അവരെന്തുകൊണ്ടാണ് ഭൂമി ചോദിച്ചെന്നറിയാമോ? അന്ന് ഗീതാനന്ദ മാഷ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു തോട്ടും പെർസെപ്ഷനുമായിരുന്നു. പ്രജി നിലമുണ്ടെങ്കിൽ എന്തെങ്കിലും വിളയിച്ച് ജീവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് നിലം വേണം, അതിനാണ് നിലം. തമിഴ്നാട്ടിലെ ദളിതർ എന്താ ചോദിക്കുന്നറിയോ? നിലവാ ചോദിക്കുക. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെന്താ ചോദിക്കുന്നത്? റിസർവേഷൻ എന്താ? റിസർവേഷൻ നമുക്ക് ഗ്യാരണ്ടീഡ്, അത് കിട്ടണം, അത് മേടിക്കണം, ഇല്ലെങ്കിൽ ചോദിക്കണം, അടിച്ച് മേടിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാളും ആവശ്യമുള്ളത് എന്താണെന്ന് പറയുക? നിലവാ വേണ്ട. കാരണം സുശീല ഭട്ടിനെ നിങ്ങൾക്കറിയാം, മറ്റേ മൂന്നാർ കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് സർക്കാരിൻ്റെ വക്കീലായിരുന്നു. അപ്പോൾ സുശീല ഭട്ട് കോവിഡിൻ്റെ സമയത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ്, ഈ കോവിഡ് വന്ന് മൊത്തം ദാരിദ്ര്യമായല്ലോ നമുക്ക് മൊത്തം. അപ്പോൾ ഈ ഞാൻ തന്നെ 80 പേരെ കണക്കാക്കിയായിരുന്നു ആത്മഹത്യ ചെയ്തത്. 80 പേര് ഞാൻ തന്നെ ലിസ്റ്റ് എടുത്ത് വെച്ചായിരുന്നു. ഈ കോവിഡ് ഇവിടെ ചവിട്ടി പിടിച്ചെന്ന് പറഞ്ഞ KK ശൈലജയുടെ കഥ പൊളിച്ചതിൽ ഒരാൾ ഞാനാണ്. മരണസംഖ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2ാമത് കേരളത്തിലാണ്, 1ാമത് മഹാരാഷ്ട്രയാണ്. നമ്മുടെ ഇവിടെ 2ാമത് കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ 6000 എക്സ്ട്രാ മരണം കൂട്ടിവെച്ചു ആ ഇലക്ഷന് ശേഷം. ഇലക്ഷന് മുമ്പ് അത് കൂട്ടി വെക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവിഡ് റാണിയാണെന്ന് പറഞ്ഞ് കൊട പിടിച്ച് നിൽക്കുന്ന പോസ്റ്റർ, ചവിട്ടി പിടിക്കുന്ന പോസ്റ്റർ, പിന്നെ വൈറസ് ഓടി വരുമ്പോൾ തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമില്ല. എന്തോ ഒരു ബഹളമായിരുന്നു. എങ്ങാണ്ട് പോയി സോപ്പ് കൂട്ടി വാങ്ങിച്ചുകൊണ്ടിരിക. ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ കേട്ടോ, സോറി. അപ്പോൾ അന്ന് സുശീല ഭട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് നിലം ഉണ്ടെങ്കിൽ കപ്പയോ ചേനയോ വിളയിച്ചിട്ടാണെങ്കിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു. കോവിഡിലൊന്നും തുറന്നിടാൻ പറ്റത്തില്ലല്ലോ. ഈ നിലം ആവശ്യമാണ്. തമിഴ്നാട്ടിലെ ദളിതർ ഇപ്പോഴും പറയുന്നത് നിലം ആവശ്യമാണ്. നിലം കിട്ടിയാലേ രക്ഷപ്പെടുത്തോളം പറഞ്ഞു. നമ്മുടെ ഇവിടെ നിലം ചോദിക്കുമ്പോൾ തരത്തില്ല. അന്ന് 640 കുടുംബങ്ങൾ സമരം ചെയ്തതിൽ ഇന്നേക്ക് വരെ 200+ കുടുംബങ്ങൾക്ക് മാത്രമേ സ്ഥലം കൊടുത്തുള്ളൂ. കുറച്ച് നേരം മുമ്പ് മുരളീധരൻ സാർ വന്നിട്ട് ആൻ്റണിയുടെ കാര്യവും നമ്മുടെ മുരളി സാർ ആൻ്റണിയുടെ കാര്യമൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഈ സ്ഥലം കൊടുത്തത് എവിടെ നിങ്ങൾക്കറിയാം? നിങ്ങളാരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? ആറളം ഫാമിലൊക്കെ ആന നടന്ന് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി അതിൻ്റെ അപ്പനപ്പൂപ്പന്മാർ നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത്, പാറയുള്ള സ്ഥലത്ത് നമ്മൾ നിലം ചോദിച്ചപ്പോൾ, കൃഷി ചെയ്യാൻ നിലം ചോദിച്ചപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ഫ്ലാറ്റ് പോലത്തെ വീടുണ്ടാക്കി വെച്ചു. ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയപ്പോൾ കണ്ടെന്തെന്നറിയാം, അവർ താഴത്തെ നിലയിലല്ല ഉറങ്ങുന്നത്, മേളിൽ ടാർപ്പാളിയും കിട്ടിയിട്ടാണ് ഉറങ്ങുന്നത്. എന്താ കാര്യം എന്നറിയാം? രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ ആന ഇത് വീട്ടിനകത്തോടെ കയറി അടുക്കളയ്ക്കകത്തോടെ ഇറങ്ങി വെളിയിൽ പോകും. കഴിഞ്ഞ ആഴ്ച മിറ്റത്ത് നിന്ന്, ആറളം ഫാമിൽ മിറ്റത്ത് നിന്ന് ഒരു ആദിവാസി ആന ചവിട്ടിക്കൊണ്ടു. ആന നടന്നു പോകുന്ന ആനത്താരയിൽ നിങ്ങൾ സ്ഥലം കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഇതൊരു 1000 നമ്പൂതിരിക്കോ ഇങ്ങനെ ഒരു സ്ഥലം കൊടുക്കുമോ? എന്തിനാ? വെള്ളാപ്പള്ളിയുടെ ഈഴവർക്ക് കൊടുക്കുമോ ആറളം ഫാമിൽ? അന്ന് ആ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആറളം ഫാമിൽ കൊണ്ടേ സ്ഥലം കൊടുത്തു. എപ്പോഴാന്ന് ഓർക്കണം, ഹാരിസിൻ്റെ കയ്യിൽ 5.25 ലക്ഷം ഏക്കർ മിച്ചഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് കയ്യിലിരിപ്പുണ്ട്. ഇനി വേറെ കഥ ഞാൻ പറയട്ടെ. ഈ എരുമേലി എയർപോർട്ട് നിങ്ങൾക്കറിയാമല്ലോ. ആ എരുമേലി എയർപോർട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോൾ ചെയ്യപ്പെട്ട? കോടതി പോയിട്ട് നല്ല വൃത്തിക്ക് പിണറായി വിജയൻ്റെ സർക്കാർ മുഖത്തടി വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. 1200 ഏക്കർ മതി ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാക്കാൻ. എരുമേലിയിലെ KP ഓനൻ്റെ ബിലീവേഴ്സുമായിട്ടുള്ള കണക്ഷനോ ഡീലോ അണ്ടർ ടേബിൾ ഡീലോ എന്തോ വെച്ചിട്ട് 2300 ഏക്കർ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോയി. കോടതി ചെന്നപ്പോൾ കോടതി ആ ഡീല് റദ്ദാക്കിയിട്ട് പറഞ്ഞത് ഇതാണ്: 1200 ഏക്കറിന് അന്താരാഷ്ട്ര എയർപോർട്ട് ഉണ്ടാക്കാം, നിങ്ങൾ എന്തിനാണ് ഈ 2300 ഏക്കർ മേടിക്കാൻ പോകുന്നതെന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ എയർപോർട്ട് ഏത് എയർപോർട്ടാണ്? 5ാമത്തെ എയർപോർട്ടാണ് കേരളത്തിൽ. ഈ 746 കിലോമീറ്റർ തുണ്ട് സ്ഥലം വരുന്നിടത്ത് 5ാമത്തെ എയർപോർട്ട് എരുമേലിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 1000 ഏക്കറിന് എക്സ്ട്രാ മേടിക്കാൻ സ്ഥലമുണ്ട്.
നമുക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും കപ്പയോ ചേനയോ നട്ടിട്ട് നമ്മുടെ മക്കളെ വളർത്താനും ഭൂമിയുടെ ഉടമയാകാനും വേണ്ടി സ്ഥലം ചോദിച്ചു കഴിയുമ്പോൾ വാ 350 മറ്റേ സ്ക്വയർ ഫീറ്റിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ട് ലൈഫ് മിഷനിൽ കക്കൂസ് മുറിക്കകത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അത് മറ്റേ പുതിയ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് കഴിയുമ്പോൾ വാവ് അടിപൊളി എന്ത് രസമാണ്. ഹേവൽസിൻ്റെ ഫാന് മറ്റേത് 10-15 കൊല്ലത്തേക്ക് ഉടമസ്ഥാവകാശമില്ല. ഈ 350 സ്ക്വയർ ഫീറ്റ് ഞാൻ UN വർക്ക് ചെയ്യുന്ന ആളാണ്. 750 സ്ക്വയർ ഫീറ്റാണ് 4 അംഗ കുടുംബത്തിന് ഡീസൻറ്റ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. 750 സ്ക്വയർ ഫീറ്റ്. ഈ 350 സ്ക്വയർ ഫീറ്റിൽ ഞാനും എൻ്റെ മക്കളും പോയി. അവന് മൂത്ത ഇറക്കന് 16 വയസ്സായി. അവനൊരു 10, 20, 22 വയസ്സാകുമ്പോൾ അവൻ കല്യാണം കഴിക്കത്തില്ലേ? അവൻ്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരും ഈ 350 സ്ക്വയർ ഫീറ്റിലേക്ക്. എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ട്, അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ 5. ഇനി അവനൊരു പെണ്ണിനെ കൊണ്ടുവന്നാൽ 6. ഞങ്ങൾ ഈ 6 പേര് ഈ 350 കിടന്ന് കറങ്ങിക്കോണം. ഞാൻ കണക്കെടുത്ത് വെച്ച് നോക്കി, ഈ 350 എത്ര കട്ടിലിടാൻ പറ്റുന്നു? ഒരേ ഒരു കട്ടിലിടാൻ പറ്റത്തുള്ളൂ. ഒരേ ഒരു ബാത്റൂമേ ഉള്ളൂ. രാജു നാണമില്ലാതെ ആ 13 നിലയുള്ള 2 കെട്ടിടം കൊച്ചിയിൽ സ്മാർട്ട് സിറ്റിയുടെ അവിടെ കണ്ട പണിത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വാക്ക് പാലിച്ചു, ഗ്രഹമില്ലാത്തവർ ഗ്രഹം കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കണക്കെടുത്ത് വെച്ച് നോക്കിയപ്പോൾ 350 സ്ക്വയർ ഫീറ്റിന് 400 സ്ക്വയർ ഫീറ്റിന് ഇടയ്ക്കാണ് ഓരോ ഫ്ലാറ്റിൻ്റെ അളവ്. ഇതിനകത്ത് എങ്ങനെ താമസിക്കും? ഇത് എത്ര സ്ക്വയർ ഫീറ്റാണ്? ഇതൊരു 500 കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സംതിങ് അറൗണ്ട് ഇത്രയും പോലും ഇല്ല 350. ലൈഫ് മിഷൻ വീടുകളിൽ നിങ്ങൾ പോയി നോക്കണം. ഇത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളോടും കാണിക്കുന്നത്. പുനർകേകം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ വിഴിഞ്ഞം ഭാഗത്ത് കൊടുക്കുന്ന വീടുകൾ പോയി കണ്ടു. അത് 350 സ്ക്വയർ ഫീറ്റാണ്. അത് നമ്മളെ വേണ്ട, മത്സ്യത്തൊഴിലാളിയെ വേണ്ട. നമ്മളെല്ലാം ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ നേരിടുന്നവർ. അവരുടെ കാര്യം ഇതുപോലെയൊക്കെ എപ്പോഴും ഞാൻ തീരത്ത് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ SC സബ് പ്ലാനുകളുണ്ടല്ലോ, ചുമ്മാ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. 2017-2024 മൊത്തം അലോക്കേഷൻ എന്ന് പറയുന്നത് 22,817.39 കോടി. 22,817 കോടി. ഇത് 2024-25 സംസ്ഥാന സർക്കാരിൻ്റെ കേരള എക്കണോമിക് റിവ്യൂവിലെ ഡോക്യുമെൻറ്റിലെ ഡാറ്റയാണ്. ഇതിൽ ചെലവഴിക്കാതെ പോയത് എത്രയാണെന്നറിയാം? 6,458 കോടി. ഈ സർക്കാരിനെ ഇനി വോട്ട് ചെയ്യണോ? ഈ പിണറായി വിജയനെ ജയ് വിളിക്കണോ? CPM-നെ കാണുമ്പോൾ നമ്മൾ തൊഴുതു നിൽക്കണോ? ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ കാണുമ്പോൾ നമ്മൾ മാറി പ്രാർത്ഥിച്ച് കൈയും കൂപ്പി നിൽക്കണോ? ഞാൻ നിൽക്കത്തില്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ SC SP എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ ഈ ഗ്രാമസഭകളിലൂടെയാണ് പൈസ പോകേണ്ടത്. അത് 199 കോടി വെച്ച് ശരാശരി പോകേണ്ടതാണ്. അത് കുറഞ്ഞ് 170 കോടിയൊക്കെ ആയി മാറുന്നുണ്ട്. ഇതേ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് SC ST വെൽഫെയർ സ്കീം കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ എക്സ്പെൻഡിച്ചർ വട്ടപൂജ്യം. എത്ര സ്കീമാണെന്നറിയാം വട്ടപൂജായത്? 12 സ്കീം. 12 സ്കീമിൽ 10 പൈസ ഈ 2 തവണയായിട്ട് ചിലവഴിച്ചിട്ടില്ല, ഈ കഴിഞ്ഞ 5 കൊല്ലം പ്രത്യേകിച്ച്. അതുപോലെ ലൈഫ് മിഷൻ 300 കോടി ആദ്യം അലോക്കേറ്റ് ചെയ്തു, 150 കോടി ഞാൻ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത് എവിടെ നിന്നറിയോ? ഷെഡ്യൂൾ കാസ്റ്റിന് കൊടുക്കുന്ന ലൈഫ് മിഷൻ വീട്ടിൽ നിന്നാണ് കട്ട് ചെയ്തത്. പിന്നെ വാത്സല്യം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു, അതിനകത്ത് തന്നെ 10 കോടി വിഡ്രോ ചെയ്ത് കളഞ്ഞു. പിന്നെ SC ST കമ്മീഷൻ ഓഡിറ്റ് അരിയേഴ്സ് എന്ന് പറയുന്നത് നടന്നിട്ടേ ഇല്ല. 2009 തൊട്ട് ഒരു സർക്കാരും ഇടദോഷം ചെയ്തിട്ടില്ല, വലദോഷം ചെയ്തിട്ടില്ല, ഒരു ഓഡിറ്റും നടത്തിയിട്ടുമില്ല. നമ്മൾ മൊത്തം നമ്മുടെ ജനസംഖ്യ SC ST 9.81. അതുകൊണ്ട് നമ്മുടെ പദ്ധതി വിഹിതം എപ്പോഴും 9.81 ആയിരിക്കും. അതുകൊണ്ടാണ് 2017-18 26,000 കോടി വെക്കും, അതിൽ 9.81%. അത് ആ കൃത്യമായിട്ട് ആ കണക്കൊക്കെ പാലിക്കുന്നുണ്ട് കേട്ടോ സർക്കാർ. നമുക്ക് 9.18 തന്നാൽ, അല്ലെങ്കിൽ നമുക്കത് തരത്തില്ല. പക്ഷേ നായന്മാർ ചോദിക്കുമ്പോൾ അവർക്ക് EWS എഴുതി കൊടുക്കും. സുകുമാരൻ നായരനോ നാരായണ പണിക്കരോ. EWSൻ്റെ കഥ അറിയാമല്ലോ. ഈ ഇന്ത്യയിൽ ആദ്യമേ RSSും ജനസംഘവും BJPയും ചിന്തിക്കുന്നതിന് മുമ്പ് എക്കണോമിക്കലി വീക്കർ സൊസൈറ്റി, അതായത് അപ്പർ കാസ്റ്റിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ റിസർവേഷൻ വെച്ചത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. നൂറ്റാണ്ടുകളായി, ദശാബ്ദങ്ങളായി, വർഷങ്ങളായി നേരിട്ട അട്രോസിറ്റിക്കുള്ള കോമ്പൻസേഷനാണ് ഈ റിസർവേഷൻ എന്ന് അദ്ദേഹം പറയാം. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ സ്റ്റൈഫൻ്റെ അതൊന്നുമല്ല. ഈ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന കോമ്പൻസേഷനാണ്, അടിമയാക്കി വെച്ചതിൻ്റെ കോമ്പൻസേഷനാണ്. അതാണ് അംബേദ്കർ ഉദ്ദേശിച്ചത്. ഇവിടെ 1957 ഒന്നാമത്തെ EMS സർക്കാർ ഒന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് EWS വേണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട മഹാനാണ് EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളത്തിൽ 2 ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒന്ന് 57 അതും, രണ്ടാമത് VS അച്യുതാനന്ദൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ. അപ്പോൾ 57 ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോയില്ല, എഴുതി ഒപ്പിട്ട് കയ്യിൽ വെച്ചു. നടപ്പിലാക്കിയത് ഏത് സർക്കാരെന്നറിയാം? ഇടതുപക്ഷ പിണറായി സർക്കാർ. ഈ ഇടതുപക്ഷ പിണറായി സർക്കാർ ദളിത് വിമോചകരാണ്, ദളിത് സംരക്ഷകരാണെന്നൊക്കെ നാളെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു വരുവാണെങ്കിൽ എൻ്റെ അടുക്ക പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക്. എൻ്റെ ഫോൺ നമ്പറും കൊടുത്തിരുന്നാൽ മതി.
അപ്പം ഇതാണ് EWS. അപ്പം നമ്മൾ ഈ 9.1881 പോപ്പുലേഷൻ മാത്രം ഉള്ളപ്പം അത് കൂട്ടാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ നായന്മാർക്ക് EWS കൊടുക്കാം. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ 50ൻ്റെ അകത്ത് റിസർവേഷൻ നിൽക്കണം, 50 ജനറൽ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു, അതുകൊണ്ട് ഭയങ്കര മാർക്കായിരുന്നു. അപ്പോൾ MSc പോയപ്പം എനിക്ക് BSc 82% മാർക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മെറിറ്റിൽ സീറ്റ് മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മെറിറ്റ് സീറ്റ് മതി. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടീഷൻ വെച്ചു, എൻ്റെ SC സീറ്റ് മറ്റൊരു SC കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. അതായത് ഞാൻ മെറിറ്റിലോട്ട് മാറിയപ്പോൾ എൻ്റെ SC സീറ്റ് മറ്റൊരു കുട്ടിക്ക് അവസരം കിട്ടി. അതാണല്ലോ സംഭവം. അപ്പോൾ ഞാൻ മെറിറ്റിലോട്ട് മാറിയത് കൊണ്ടാണല്ലോ. EWSൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ച് അവിടെയാണ്. 50 സീറ്റ് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, അപ്പുറത്തുള്ള 50 സീറ്റ് ജനറൽ കാറ്റഗറിയിൽ. പക്ഷേ ആ 50 സീറ്റിൽ 10 സീറ്റ് എടുത്ത് അപ്പർ കാസ്റ്റിന് EWS എന്ന് പറഞ്ഞ് റിസർവ് ചെയ്തപ്പോൾ ബാക്കി 40 സീറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതായത് ഞാൻ ഇനി 40 സീറ്റിൽ പോയി കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാൻസ് കുറയുക. ഇത് റിസർവേഷൻ അട്ടിമറിക്കുന്നതാണ്. 50ന് മേളിൽ പോരെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. കേസ് നടന്നുകൊണ്ടിരിക്കുക. മറാത്ത അവിടെയും ഇതുപോലെ, മറാത്തയിലും മഹാരാഷ്ട്രയിലും ഇതുപോലെ ഒരു സംവരണ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. EWS കേസ് സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ എപ്പോൾ തീരും, എങ്ങനെ തീരുമെന്നൊന്നും അറിയില്ലല്ലോ. സോ ഞാനെപ്പോഴും അതുകൊണ്ട് ഇതെല്ലാം കാണും, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് മതിലിടിക്കുന്ന പോലെ വാട്ട് ഷുഡ് വി ഡു, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മളിത്, ഹൗ വി വിൽ കം ടുഗദർ, ഹൗ വി വിൽ ഫൈറ്റ് ഫോർ അവർ ഡിഗ്നിറ്റിയാണ് എനിക്ക് ആദ്യം വേണ്ടത്. എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, എനിക്കുള്ള റൈറ്റ്സ്, അത് ഒരു ഹ്യൂമൻ റൈറ്റ്സാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ദളിത് റൈറ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വോയ് ദളിത് എന്ന് തന്നെ വിളിക്കുന്നത്. എനിക്ക് വേണ്ടത് മനുഷ്യാവകാശം പോലുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലുള്ളൊരു പ്രൊഫസറിനോട് സംസാരിച്ചപ്പോൾ ആ പ്രൊഫസർ എന്നോട് പറയാം, ദർ ഇസ് 2 different things, Raji. One is human rights and another thing is fundamental rights. You should ask for fundamental rights. ഞാൻ ചോദിച്ചു, അതെന്നാ സാറെന്ന് ചോദിച്ചു. റജി, ഹ്യൂമൻ റൈറ്റ്സ് തള്ളിക്കളയാം, കാരണം അത് കോടതി പോയി നിനക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അംബേദ്കർ വിഭാവനം ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടാൽ നിനക്ക് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. സോ യു ഷുഡ് ആസ്ക് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബയോയിലെല്ലാം തിരുത്തി, ഞാൻ മനുഷ്യാവകാശ പ്രവർത്തകനൊന്നുമല്ല, ഞാൻ ഇനി മൗലിക അവകാശ പ്രവർത്തകനാണ്. അതൊരു വലിയ ഡിഫറൻസ്. ആ പ്രൊഫസർ ഈസ് സം 81 ആയി, ഡൽഹി ജൈനിലെ ഡീനൊക്കെ ആയിരുന്നു, 81 വയസ്സായി. നമ്മളുടെ ഗ്ലോബൽ മീറ്റിങ്ങിൽ ഇരുന്നപ്പം കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, യു ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, വി ഡോണ്ട് വാണ്ട് ഹ്യൂമൻ റൈറ്റ്സ്, ഇറ്റ്സ് നോട്ട്, ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്, ബട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് മാറ്റേഴ്സ് മോർ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ചലഞ്ച്ഡ് ഇൻ ദ കോർട്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ മലയാളം ആലോചിച്ചത്, മനുഷ്യാവകാശമല്ല വേണ്ടത്, മൗലികാവകാശം. ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് തലയിട്ടടിക്കും, എന്ത് ചെയ്യണം. ഞാൻ ഈ പറയുന്ന നമ്മുടെ ഫേസ്ബുക്കിലും കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദളിതർക്ക് എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ. ഞാൻ പറയുന്നത്, പൊന്നു സാറേ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ തലയിട്ട് തല്ലി സൈക്കിൾ റൈഡിങ് എ സൈക്കിൾ ടു ദ വാൾ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചോട്ടെ ഭിത്തിയിലിടിച്ച് എന്ത് പറ്റും, നമ്മൾ മുന്നിൽ കുത്തി വീഴത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഗ്ലോബലിയൊക്കെ നമ്മൾ UN മീറ്റിങ്ങിനൊക്കെ ഞാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിയുമ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, യു ഗോ ബാക്ക് ടു ദ ബേസിക്സ്. ആ ഓൾഡ് സ്കൂൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം തൊട്ട് തുടങ്ങാം, പഴയ ചട്ടങ്ങളും ക്രമങ്ങളും എന്തായിരുന്നു അത് നോക്കാം, പഠിക്കാം. പഴയ നമ്മുടെ ചിട്ടവട്ടങ്ങൾ എന്തായിരുന്നു അത് പിന്തുടരാം. അതിലൊന്നാണ് ഈ മാനിഫെസ്റ്റോ. അഫ്കോഴ്സ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? വി ഷുഡ് പുട്ട് ഇറ്റ് ഇൻ പേപ്പർ വാട്ട് വി നീഡ്. അത് ഓൾഡ് സ്കൂൾ പ്രാക്ടീസാണ്, ബാക്ക് ടു ദ ബേസിക്സ് ആണ്. ലെറ്റ് ദിസ് ഗെറ്റ് ഡിസെമിനേറ്റഡ്, ആൾക്കാരുടെ കയ്യിൽ എത്തട്ടെ. ഞാനിപ്പോൾ മാനിഫെസ്റ്റോ ഞാൻ നേരത്തെ PDF ഒക്കെ നോക്കി, ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദറ്റ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളൊരു മാനിഫെസ്റ്റോ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന ഇങ്ങനെയൊന്നുമല്ല. ഞാൻ UN ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിലൊക്കെ ഉള്ള പങ്കാളിയായിട്ടുള്ള ആളാണ്, ഡെസ്പൈറ്റ് ബീങ് എ ദളിത്. കഴിഞ്ഞ നവംബറിൽ ബാങ്കോക്കിൽ UNൻ്റെ BHR മീറ്റിങ്ങിൽ ഐ വാസ് എ സ്പീക്കർ. ആ മറ്റേ വലിയ പോടി ഉണ്ടല്ലോ, മറ്റേ തടിയുടെ ഒക്കെ പോടി, മറ്റേ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള, ഐ വാസ് ദർ ആൻഡ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി ഡെസ്പൈറ്റ് ബീങ് എ ദളിത് ഐ എം ദർ എന്നുള്ളത്. അപ്പോൾ ഈ മാനിഫെസ്റ്റോയിൽ എനിക്ക് അത് റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ സ്പെസിഫിക് ആവുന്നുണ്ട്, ജനറൽ, അതിനകത്ത് ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ബട്ട് പോയിന്റ്സ് അത്, ബട്ട് വി ഷുഡ് റിഫൈൻ ഇറ്റ്, മേക്ക് ഇറ്റ് മോർ സ്പെസിഫിക്, ക്യാച്ചി ആയിരിക്കണം. അങ്ങനെ അത് ഓൾഡ് സ്കൂളിലേക്ക് പോകാമെന്നുള്ളതാണ്. കാരണം ഓൾഡ് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദറ്റ് റീഡ് അംബേദ്കർ അഗൈൻ. എന്നിട്ട് അയാളൊരു സെയിൻ്റ് ആയിട്ടല്ല കാണേണ്ടത്. നമ്മൾ അയാളെ സെയിൻ്റ് ആയിട്ട് കണ്ടിട്ട് അംബേദ്കറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫേസ്ബുക്ക് അംബേദ്കർ റൈറ്റ്സ് ഉണ്ട്, എല്ലാവരും കൂടി ചാടിക്കയറി വന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അയാൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും 18 വോളിയം ഉണ്ട്, എസ്സേസും റൈറ്റിങ്സും സ്പീച്ചസും എന്ന് പറഞ്ഞിട്ട് 18 വോളിയം. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലർക്കായിരുന്ന വസന്ത് മോഹൻ എഴുതിയെടുത്തതും ഇദ്ദേഹം പറഞ്ഞു കൊടുത്തതും 72 മഹാരാഷ്ട്ര സർക്കാർ അത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കമ്പൈൽ ചെയ്തതും 2014 മൻമോഹൻ സിംഗ് സർക്കാർ കേന്ദ്ര ആർക്കൈവിലേക്ക് കൊണ്ടതും
വെബ്സൈറ്റിൽ പബ്ലിക് ഡൊമൈനിൽ കേന്ദ്ര സർക്കാരിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. PDF ആണ്, 18 വോളിയാണ്. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോകരുത്, നിങ്ങളുടെ വീട് നിറയും. അതുകൊണ്ട് PDF എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 3 കൊല്ലം ഞാൻ ഇതായിരുന്നു വായിച്ചത്. കാരണം ഞാൻ മടുത്തു. കാരണം കേൾക്കുന്നതെല്ലാം ബ്രാഹ്മണിക്കൽ എജിമണിയാണ്. വേർ ഇസ് ദ വേ ഔട്ട്? ഒന്ന് മാറ്റി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ കേൾക്കുന്ന രാമൻ ശരിയാണോ, സീത ശരിയാണോ, ഫാസിസമാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സംസ്കൃതം പഠിച്ച അധ്യാപകരും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഇതിൻ്റെ പുറകെ ഒന്ന് കൂടിയേക്കുക. യു ഗീവിങ് ഫ്യൂവൽ ടു ദം. നമ്മൾ വീണ്ടും വീണ്ടും അത് സംസാരിക്കുമ്പോൾ അവന്മാർക്ക് എണ്ണ ഊറ്റി കൊടുത്തോണ്ടിരിക്കുക. അവരത് ചെയ്തിട്ട് പോട്ടെ. യു ഡോണ്ട് തിങ്ക് അബൌട്ട്, യു ജസ്റ്റ് ലുക്ക് അറൗണ്ട് യു എന്നുള്ളതാണ്. ആ ഒരു സോഷ്യൽ സാധനമായിരുന്നു അംബേദ്കർ. അതിന് ഉദാഹരണം കൂടി പറയാം. എൻ്റെ ഒരു ബുക്ക് ഇറങ്ങുന്നുണ്ട്, മനോരമ, മാർച്ച് 28 ഇറങ്ങുന്നത്. അംബേദ്കറിൻ്റെ ഇന്ത്യ അറിയാത്ത അംബേദ്കർ എന്നാണ്. നിങ്ങൾക്ക് അംബേദ്കറിനെ ആർക്കിടെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അറിയാം. മുരളി സാറേ ഞാൻ നിർത്താം, 5 more minutes. അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആർക്കിടെക്ട് എന്നറിയാം. അംബേദ്കറിന് ഒരു സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ ഒരു ദളിത് ചാമ്പ്യൻ എന്നറിയാം. പക്ഷേ അംബേദ്കർ ഹാഡ് ആൻ അനദർ ഫേസ്. അയാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ ആക്ടിവിസ്റ്റ്. മെറ്റേണിറ്റി ലീവ് 14 മണിക്കൂറിൽ നിന്ന് 9 മണിക്കൂറായിട്ട് ജോലി സമയം കുറച്ചത്, സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ഫാക്ടറികളിൽ യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ESI, PF, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, പെൻഷൻ, പ്രസവാവധി, അത് ആനുകൂല്യങ്ങളോട് കൂടിയ പ്രസവാവധി, സേഫ്റ്റി ഗിയർ, ഷൂ, തൊപ്പി, ഗ്ലൗസ്, ബൂട്ട്, ഇങ്ങനെയുള്ള ഒരു 18ഓളം റിഫോംസ് 1942-46 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കൂട്ടത്തിൽ, വൈസ്രോയുടെ കൂട്ടത്തിൽ ലേബർ മെമ്പർ ആയിരുന്ന സമയത്തും പിന്നീട് 50കളിൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ലോ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഇത് ആർക്കെങ്കിലും അറിയാവോ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ആദ്യത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഐഡിയ മൂട്ട് ചെയ്തതും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ചതും അദ്ദേഹത്തിൻ്റെ നിയമം പാസ്സാക്കിയത്. ഇതാരെങ്കിലും സംസാരിക്കുന്നത്? പീപ്പിൾ ഓൾവേസ് ടോക്ക് അബൌട്ട് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. അതിലങ്ങ് തർക്കമാണ്. ആ മനുസ്മൃതി കത്തിച്ചതിലും കഥയുണ്ട്. നിങ്ങളെല്ലാവരും ആ ചർച്ച കണ്ടു കാണുമായിരിക്കില്ല. മറ്റേ മനോരമയുടെ ബുക്ക് ഫെസ്റ്റിവലിൽ നടന്നൊരു ചർച്ചയ്ക്കകത്ത് മനുസ്മൃതി കത്തിച്ചത്, ഞാൻ പേര് പറയാം, ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു എന്തുകൊണ്ടാണ് അംബേദ്കർ ഖുറാൻ കത്തിക്കാത്തത്, ബൈബിൾ കത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചത്? സോ ഈ വാസ് അഗെയിൻസ്റ്റ് ഹിന്ദുയിസം എന്നാണ് പുള്ളിയുടെ തിയറി. അത് അന്ന് പാനലിലുണ്ടായിരുന്ന സണ്ണി എം കവിക്കാടും ശ്യാംകുമാറിനും അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തില്ല. അതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള മറുപടി ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. 1927 ഒരു കുളമുണ്ടായിരുന്നു ബോംബെയിൽ, പൊതുപണത്തിലെടുത്ത് പണിത കുളം. ആ കുളത്തിൽ നിന്ന് ദളിതര് വെള്ളം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം നടത്തി. ആ സമരത്തിന് ഇടയ്ക്ക് കോടതി വിധി ഉണ്ടായി. വീണ്ടും സമരം നടത്തി. രണ്ടാമത്തെ സമരത്തിൽ പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: പൊതുപണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പണം, എൻ്റെ നിൻ്റെയൊക്കെ പണമാണ്. അത് വെച്ചിട്ട് സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു കുളം പണിത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഹിന്ദു നിയമപുസ്തകമായ മനുസ്മൃതി കാരണം. അതുകൊണ്ട് ഈ സാധനം കത്തിക്കണം എന്ന് പറഞ്ഞ് കത്തിച്ചു. അതായിരുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതല്ലാതെ പുള്ളിക്ക് ഹിന്ദുസത്തിനുള്ള എതിരൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഹിന്ദുസത്തിന് എതിരായിരുന്നു, അത് ജാതീയതയുടെ എതിരായിരുന്നു. സോ ബിക്കോസ് ദാറ്റ്സ് ദ തിങ്. ബട്ട് ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഡിസ്പെൽഡ് ബസ്റ്റഡ് ശ്രീജിത്ത് പണിക്കേഴ്സ് നറേഷൻ. നമ്മൾ പക്ഷേ അപ്പോഴത്തേക്കും ഗുജറാത്ത്, ഫാസിസം, കുന്തം, ശൂലം, വേദം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ദറ്റ് ഡിബേറ്റ് ഗോട്ട് ലോസ്റ്റ്. അപ്പം ബേസിക്കലി ബാക്ക് ടു ബേസിക്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംബേദ്കർ 1924 3 വാക്ക് മുന്നോട്ട് വെച്ചായിരുന്നു. 1924 ലോങ് ബാക്ക്, 100 വർഷം മുമ്പ്, 101 വർഷം, 102 വർഷം മുമ്പ്. അതെന്ന് പറഞ്ഞാൽ ബഹിഷ്കൃതി ഹിതകരണി സഭ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹം ഈ 3 വാക്ക് മുന്നോട്ട് വെച്ചത്: എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഒരുമിച്ച് നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലിബറേഷനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം കണ്ടത്. ഈ സാധനമാണ് പിന്നെ 42-ലെ ഓൾ ഇന്ത്യ SC/ST ഫെഡറേഷൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് സ്ലോഗനായിട്ട് പുള്ളി ഉറക്കെ വിളിച്ചതും ഈ ഒരു ഇതായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് കോൺഫറൻസിൻ്റെ സമയത്ത് പുള്ളി ഉപയോഗിച്ച ഒരു സെൻറ്റൻസ് ഉണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കുക, ഇംഗ്ലീഷിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് മലയാളം. മൈ ഫൈനൽ വേർഡ്സ് ഓഫ് അഡ്വൈസ് ടു യു ആർ, എൻ്റെ അവസാനത്തെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഇതുപോലെ ഓർഗനൈസ്ഡ് ആവുക. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വിത്ത് ജസ്റ്റിസ് ഓൺ അവർ സൈഡ്, നീതി നമ്മളുടെ സൈഡിലായതുകൊണ്ട് ഐ ഡു നോട്ട് സീ ഹൗ വി ക്യാൻ ലൂസ് അവർ ബാറ്റിൽ. നമ്മൾ ഈ യുദ്ധം തോറ്റുപോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. ദ ബാറ്റിൽ ടു മീ ഈസ് മാറ്റർ ഓഫ് ജോയ്. ഇതെനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നൊരു ബാറ്റിലാണ്.
ദ ബാറ്റിൽ ഈസ് ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് ഓഫ് സ്പിരിച്വൽ. ഇതിൻ്റെ അകത്ത് ആത്മാവുണ്ട്, നിറഞ്ഞ ആത്മാവുണ്ട്. ദർ ഇസ് നത്തിങ് മെറ്റീരിയൽ ഓർ സോഷ്യൽ ഇൻ ഇറ്റ്. ഫോർ അവേഴ്സ് ഈസ് എ ബാറ്റിൽ നോട്ട് ഫോർ വെൽത്ത്. സമ്പത്തിന് വേണ്ടിയുള്ള ബാറ്റിലല്ല, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലല്ല. ഇറ്റ് ഈസ് എ ബാറ്റിൽ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലാണ്. ഇറ്റ് ഈസ് ദ ബാറ്റിൽ ഫോർ റിക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. മാനുഷിക മൂല്യങ്ങളും ഡിഗ്നിറ്റിയും തിരിച്ചു പിടിക്കാനുള്ള ഒരു ബാറ്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോഴും കാസ്റ്റിനെ കുറിച്ചും പുള്ളി പറഞ്ഞായിരുന്നു. കാസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം ബേസിക്സിലേക്ക് നമ്മൾ തിരിച്ചു പോയെങ്കിൽ മാത്രമേ യു വിൽ റിയലൈസ് ദാറ്റ് വാട്ട് വി ആർ ആൻഡ് വേർ ഡു വി സ്റ്റാൻഡ് ആൻഡ് ഹൂം ഡു വി ഹാവ് ടു ഷേക്ക് ഹാൻഡ്സ് വിത്ത്. മുരളി സാറിൻ്റെ അടുക്കലും കൈ കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. He might have big stories to tell about his father, what he did and all. So what? നമുക്ക് അവകാശപ്പെട്ട നമ്മൾ 9.81% ഉണ്ടെന്ന് ഇവിടെ. നാളെ നമ്മൾ വോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷേ ആ ടുഗദർനെസ് ഇല്ല, നമുക്ക് ആ കോയിലേഷൻ ഇല്ല, നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ സെഗ്രിഗേറ്റഡ് ആണ്. നമ്മുടെ ഇടയിൽ തന്നെ ഹൈറാർക്കി ഉണ്ടല്ലോ. പുലയ ഡസൻ ലൈക്ക്, പറയാ ഡസൻ ലൈക്ക്, പാണ ഡസൻ ലൈക്ക്, കുറിച്ച ഡസൻ ലൈക്ക്, കുറുമ. നമുക്കിടയിൽ തന്നെ സെഗ്രിഗേഷൻ ഉണ്ടല്ലോ. സോ ദാറ്റ്സ് എ തിങ്. അല്ലെങ്കിൽ NSS SNDPക്ക് കിട്ടുന്ന ആ ഒരു ക്ലെയിം നമുക്ക് കിട്ടേണ്ടതില്ല. അവർ സമദൂരം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നില്ലേ പൊളിറ്റിക്കൽ പാർട്ടീസിനെ? അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സ് പോയി കാണുന്നില്ലേ? കാണാൻ വരാത്ത ലീഡേഴ്സിനെ ചീത്ത പറയുന്നില്ലേ? ബട്ട് നത്തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് അസ്. നമ്മുടെ വോട്ട് സെഗ്രിഗേറ്റഡ് ആണ്. നമ്മുടെ വോട്ടിംഗ് പവറും ഫ്രാഞ്ചൈസിയും എല്ലാം ഓരോ പാർട്ടിയുടെ കീഴിലാണ്. ബിക്കോസ് വി ഹാവ് അവർ ഓൺ ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ലീഡർഷിപ്പിന് ആരാണോ സീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൊടുത്ത് നിൽക്കും, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആൻഡ് ഫൈനലി അംബേദ്കർ പറഞ്ഞ പോലെ ഏത് സീറ്റാണ്? മറ്റേ റിസർവ്ഡ് സീറ്റാണ് പറയുന്നത്. എനിക്ക് തോന്നി ഈ റിസർവ്ഡ് സീറ്റല്ലാതെ നമ്മളൊരു ജനറൽ സീറ്റ് പിടിച്ച് നിർത്തുമോ? ഇപ്പോൾ IM വിജയൻ്റെ ഇന്ന് രാവിലെ കേട്ടല്ലോ നിങ്ങൾ, പലരും വന്നിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. ഐ എം ഡാം ഷുവർ പുള്ളിക്ക് സീറ്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി പ്ലേസ്ഡ് ഇൻ സം റിസർവ്ഡ് സീറ്റ്. അതല്ലാതെ ഒരു സീറ്റ് ജനറൽ സീറ്റ് കൊടുത്ത് നിർത്തുമോ? നിർത്തത്തില്ല. ഹി വിൽ ബി റിസർവ്ഡ് ഇൻ എ റിസർവ്ഡ് സീറ്റ്. അതാണ്. ആൻഡ് ഹി നോസ് ദറ്റ് വെൽ. അതുകൊണ്ടാണ് പുള്ളി ഇത് വേണ്ടെന്നും പറയുന്നത്. അയാൾക്ക് കാരണം അതൊരു എംബറാസ്മെൻ്റ്. ഹി ഹാസ് ക്രോസ് ദറ്റ് വേ. അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഈ ജാതി അംബേദ്കർ പറഞ്ഞാൽ കാസ്റ്റ് ഹാസ് മേഡ് പബ്ലിക് ഒപ്പീനിയൻ ഇമ്പോസിബിൾ ആക്കിയിട്ടുണ്ട്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദ ലോയൽറ്റി ഹിന്ദുസ് പബ്ലിക് ഈസ് ഹിസ് കാസ്റ്റ്. അതാണ് അതിനകത്തൊരു മെയിൻ റീസൺ. അയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ മറ്റൊരു സാധനം പറയും. ഈ ഇലക്ഷനൊക്കെ ആവേണ്ടത് ഒന്ന് വായിച്ചു പോകാം. ഡെമോക്രസി ഈസ് നോട്ട് മിയർലി എ ഫോം ഓഫ് ഗവൺമെൻറ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ രൂപീകരണം മാത്രമല്ല. ഇറ്റ് ഈസ് പ്രൈമർലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിങ്. കൂട്ടായി ചേർന്ന് ജീവിക്കുന്നതാണ്. കോൺജോയിൻറ്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ് ആണ്. ഒരുമിച്ചുള്ളൊരു ജീവിത സാഹചര്യവും അനുഭവമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആറ്റിറ്റ്യൂഡ് ടു ദ റെസ്പെക്ട് ആൻഡ് റിവറൻസ് ടുവേർഡ്സ് ഫെലോമെൻ. നമുക്കത് കിട്ടുന്നുണ്ടോ? റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ? നമുക്ക് ഹോണർ കിട്ടുന്നുണ്ടോ? സാറേ ഞാനല്ല മാല മൂട്ടിച്ചെന്ന് പറയുമ്പോൾ, ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ മൂത്രപ്പുരയിൽ വെള്ളമുണ്ട് നീ പോയി എടുത്ത് കുടിച്ചോളാനാണ് പറയുന്നത്. റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ? ഒരു വർഷം 1000 അട്രോസിറ്റി കേസ് ഉണ്ടല്ലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ വെരി ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുൾ വിത്ത് കോൺഗ്രസ് ഓൾസോ, ബിക്കോസ് ഗാന്ധി വാസ് നോട്ട് നൈസ് എ വെരി ഗുഡ് പേഴ്സൺ. ഗുജറാത്തിൽ ജാതി ഉണ്ടാക്കിയതെല്ലാം ഗാന്ധിയാണ്. ആ ജാതിയെ മോണോപ്ലൈസ് ചെയ്തതും BJP ആണ്. ആ BJP ഗുജറാത്ത് മോണോപ്ലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നത്. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദിസ് മാനിഫെസ്റ്റോ, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ മറന്നു പോകരുത്. ഞാനെന്താ പറഞ്ഞത്? ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 അംബേദ്കർ ചുമ്മാ എഴുതി വെച്ചതല്ല. ആർട്ടിക്കിൾ 17 എന്താണെന്നറിയാം? തൊട്ടുകൂടായ്മ നിരോധിച്ചു. ആർട്ടിക്കിൾ 15 തൊട്ട് 16 ഇതെല്ലാം മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 14 തൊട്ട് 21 ഒരു മൗലികാവകാശം. അതിനകത്ത് ഈ 17, 15, 16 ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് കാസ്റ്റ് പ്രൊഹിബിറ്റ് ചെയ്തു. എനേബിൾഡ് റിസർവേഷൻസ് ഇൻ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അധികാരപ്പെട്ടതാണ് നമുക്കിത്. ആരും ഓസിന് തരുന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 47 അത് DPSPക്കകത്ത് വരുന്നതാണ്. എഡ്യൂക്കേഷൻ ഇതിൽ എക്കണോമിക് ഇതും എംപവർമെൻറ്റും റിസർവേഷനും അതും ഇതൊക്കെ. ഇത്രയും കൂടി പറഞ്ഞു നിർത്താം. മൈ ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി ഈസ് എന്നുള്ളത് പുള്ളി എഴുതിയിരിക്കുന്നത്. മൈ ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി ഈസ് എ ഫോം ആൻഡ് എ മെത്തേഡ് ഓഫ് ഗവൺമെൻറ് where a form and a method of government whereby revolutionary changes in the social life are brought without bloodshed. That is the real test. ജനാധിപത്യത്തിലൂടെ സോഷ്യൽ ഇക്വാലിറ്റി വേണം. സോഷ്യൽ ഇക്വാലിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഹോം ഗാർഡായിട്ട് നിൽക്കുന്നവരൊന്നും നോക്കിക്കേ. നമ്മളെപ്പോലെ ഉള്ളവരാ. ചോദിച്ചാൽ മതി, അവർ പറയും അവർ പട്ടികജാതിക്കാരാന്നുള്ളത്.
ആശാ വർക്കർമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ സർവേ നടത്തിയപ്പോൾ 80% പേര് ആശാ വർക്കർമാർ പട്ടികവർഗ്ഗക്കാരായിരുന്നു. പട്ടികവർഗ്ഗക്കാർ എണ്ണത്തിൽ കുറവായതുകൊണ്ട് പട്ടികജാതിക്കാരായിരുന്നു കൂടുതലും. കുടുംബശ്രീക്കാർ നമ്മൾ വിളിക്കാറില്ല, ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാര്യങ്ങളും റൊമാൻറ്റൈസ് ചെയ്യുന്ന പോലെ ഇത് റൊമാൻറ്റൈസ് ചെയ്ത് ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അതുകൊണ്ട് വലിയ സംഭവം മാട്ട് ചുമ്മാ ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കുപ്പ വെറുക്കാൻ വരുന്നത്, നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ബാക്കി എടുക്കാൻ വരുന്നവർ, നമ്മുടെ വീട്ടിലെ സ്നഗ്ഗി ഉണ്ടെങ്കിൽ എടുക്കാൻ വരുന്നവർ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നത്, അതിലാരെങ്കിലും നായന്മാരുണ്ടോ? അതിലാരെങ്കിലും ഈഴവരുണ്ടോ? ചുരുക്കമായിരിക്കും. എല്ലാവരും നിങ്ങൾ നാളെ തൊട്ട് ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ ഹരിത കർമ്മസേനക്കാരെ ഒന്ന് നോക്കിക്കുക, കുടുംബശ്രീക്കാരെ ഒന്ന് നോക്കിക്കുക. ടി വിയിൽ ഇടയ്ക്കൊക്കെ കാണിക്കുന്നില്ലേ കുടുംബശ്രീക്കാർ ഇവിടെ കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ. 5 ലക്ഷം ആൾക്കാർ, 50 ലക്ഷം അവർ മൊത്തം കണക്ക്. അതിൽ 5 ലക്ഷം പേര് ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർ, ആശാ വർക്കർ, ഇവർ നോക്കിക്കേ, ഇവരെല്ലാം പട്ടികവർഗ്ഗക്കാരാണ്, പട്ടികജാതിക്കാരാണ്. നമ്മളെ കുപ്പ പെറുക്കികളായി വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ പ്രഷർ കുക്കറിൻ്റെ മറ്റേ മേഴത്തെ അടപ്പിങ്ങനെ ലീക്ക് ഇളക്കുന്ന പോലെ നമ്മളെടുക്കെ പറയും രാമൻ്റെ നീതികേടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ അതിൻ്റെ ലീക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കും. ആ ലീക്കിൽ നമ്മൾ സന്തോഷമായി ഇങ്ങനെ വെന്തിരിക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റുപാടും ഒരു ദിവസം 3 പേരെ അട്രോസിറ്റി കേസ് എടുക്കാത്ത പോലീസ് നിർബന്ധം കൊണ്ട് കേസ് എടുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് കിട്ടാണ്ടുണ്ടായിരുന്ന 22,000 കോടിയിൽ 6,000 കോടി ചിലവഴിച്ചിട്ടില്ല, അൺസ്പെൻഡായിട്ട് ലാപ്സായി പോയെന്നുള്ളത് അറിയണം. നമുക്ക് 23,000 SC കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പഠിക്കാൻ കിട്ടിയിട്ടില്ല. പഠിക്കാനാണ് അംബേദ്കർ എഡ്യൂക്കേറ്റ് ഓർഗനൈസ് അജിറ്റേറ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ പറ്റിയില്ല നമ്മുടെ കുട്ടിക്ക്. എനിക്കറിയാവുന്ന കുട്ടികൾ PhDയുടെ സമയത്ത് സ്കോളർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് മെസ്സിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ട് ഈ 10,000-20,000 രൂപ അവർക്ക് കിട്ടാനുണ്ടായിരുന്നു സ്റ്റൈഫൻഡ്. അത് കിട്ടാത്തതുകൊണ്ട് അതുങ്ങൾ ഇട്ടിട്ട് പോയിട്ട് റബ്ബർ വെട്ടാൻ പോയി. ഞാനാണ് ഏഷ്യാനെറ്റിൽ പറഞ്ഞിട്ട് ആ സ്റ്റോറി ചെയ്യിപ്പിച്ചത്. അന്ന് അതിൽ ആ പയ്യൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവർ ഡിസപ്പോയിൻറ്റഡ് ആയി കഴിയുമ്പോൾ അവർ പറയുന്നത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പറയുന്നത്. PhD എടുക്കാൻ പോയിട്ട് സർക്കാർ സഹായിക്കുന്നില്ല, പിന്നെ ഞാനെങ്ങനെ അതേസമയം ആ കൊച്ച് PhD എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ച് നല്ലപോലെ പഠിക്കത്തില്ല. അവനൊരു ഫാമിലി ആകുമ്പോൾ അവൻ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവത്തില്ലേ. ഇതിപ്പോൾ PhD എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എല്ലാം നിയമനം എല്ലാം കൃത്യമായിട്ട് സർക്കാർ തരുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ സ്ട്രഗിൾ വലുതാണ്. IITയിലും IIMലും എയിംസിലും ഒക്കെ നമ്മുടെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ പോയിട്ട് അവിടെ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നുണ്ട്, ആത്മഹത്യ ഉണ്ടാകുന്നുണ്ട്, അവിടെ സ്റ്റൈഫൻഡ് കിട്ടുന്നത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ വേറെ കാര്യം മറന്നു പോകരുത്. 28 ഈ പറയുന്ന AI-യും ഗൂഗിളും ഇൻ്റർനെറ്റും ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ രൂപയും ലോക വിപണിയും എന്നുള്ള വിഷയത്തിൽ എക്കണോമിക്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ PhD എടുത്ത മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ മഹർ ജാതിയായിരുന്നു, പട്ടികജാതിക്കാരനാണ്. അന്നത്തെ സ്ട്രഗിൾ ഇന്നത്തെ സ്ട്രഗിളിനേക്കാളും ഭീകരമായിരുന്നു. അത് പിന്നെ പോട്ടെ. 54 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ PhD അവിടെ ഡീലിറ്റ് എന്നാണ് പറഞ്ഞു എടുക്കാൻ പോയ ഉഴവൂരുകാരനായ പറയനായ KR നാരായണൻ പഠിക്കാൻ പോയപ്പോൾ 54,000 രൂപ അന്നത്തെ ഇന്ത്യൻ റുപ്പീസിൽ ടാറ്റയാണ് സ്കോളർഷിപ്പ് ഫണ്ട് ചെയ്തത്. അപ്പോൾ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ അധ്വാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, യു വിൽ ഗെറ്റ് സപ്പോർട്ടഡ്. സോ ബേസിക്കലി ബാക്ക് ടു ദ ബേസിക്സ് വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരോട് പഠിക്കാൻ പറയുക. നമ്മുടെ വണ്ടി 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ കാസ്റ്റിൻ്റെ വണ്ടി 80 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 കടന്നു പോകും. നമ്മൾ 0 നിന്നായിരിക്കും നമ്മൾ റേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു സമയത്ത് 50-60 എത്തും. അത് എത്തുന്നത് തന്നെ നമുക്ക് വലിയ കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ BJP, കേരളത്തിലെ പിണറായി സർക്കാരൊക്കെ ഉള്ളിടത്ത് ഇറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. ബട്ട് ഡോണ്ട് ഗീവ് അപ്പ് ഹോപ്പ്. വി ഷുഡ് ഹാവ് ടു ഫൈറ്റ്. ബട്ട് ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ലൈക്ക് കഴകം കൊട്ടാൻ അവസരം തന്നില്ല, ചീഫ് സെക്രട്ടറിയെ കറമ്പിന്ന് വിളിച്ചു. അവർക്ക് 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഷീ എൻജോയ്ഡ് ഓൾ ദ ബീക്കൺ ലൈറ്റ് കാർ എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ യു ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. പിള്ളേരെ പഠിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക പിള്ളേരെ. മുരളിയെ പോലെയുള്ളവർ വന്നിട്ട് മാനിഫെസ്റ്റോ അതെന്ന് പറയുമ്പം ലെറ്റ്സ് സപ്പോർട്ട് ഹിം ഓൾസോ. ലെറ്റ്സ് ബി ടുഗദർ ആൻഡ് ലെറ്റ്സ് ഫൈറ്റ് ഫോർ അവർ റൈറ്റ്സ്. വൺ ഡേ വി വിൽ സീ ദ സൺ റൈസിങ് ഓൺ ദ അതർ സൈഡ്. അങ്ങനെ അപ്പുറത്ത് വെളിച്ചമില്ലെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഐ ഓൾസോ കം ഫ്രം എ കോളനി ആൻഡ് ഐ സിറ്റ് ഇൻ UN. I can talk in English. I have written 2-3 books. എൻ്റെ 5ാമത്തെ ബുക്ക് 4ാമത്തെ ബുക്ക് സ്പീക്കിംഗ് ടൈഗർ കഴിഞ്ഞ ആഴ്ച ഇറക്കി. അത് അടുത്ത ആഴ്ച മാർക്കറ്റിൽ വരും. 5ാമത്തെ ബുക്ക് അംബേദ്കർ മനോഹർ നടക്കും. കീപ്പ് ഓൺ ഹാർഡ് വർക്കിംഗ്. നമ്മുടെ പിള്ളേരെ പഠിക്കാൻ പറയുക. ഡോണ്ട് ലെറ്റ് ഹിം. ബേസിക്കലി വൈ ഐ സേ ഇസ് ദറ്റ് നമ്മുടെ പിള്ളേരെ രക്തസാക്ഷിയാകുന്നത് എല്ലാ പാർട്ടിക്കാർക്കും. ചത്തുപോയ എല്ലാവരുടെയും കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ മതി. യങ്സ്റ്റേഴ്സ് നമ്മുടെ പിള്ളേരാണ്. അവർ വിളിക്കുന്ന വേറെ പേരുണ്ട്, ഞാൻ പറയട്ടെ എന്നാന്നുള്ളത്. മൈദ സഖാക്കൾ. സഖാവെന്ന് പറഞ്ഞ് കൂട്ടത്തിൽ പോയി ഇരുന്നാൽ മതി. അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വിളിക്കുന്ന മൈദ സഖാവെന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ മൈദ സഖാവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വേണം. പശയ്ക്ക് വേണ്ടിയിട്ട് മൈദ വേണം. ഇന്നലെ മറ്റേ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. സോ മൈ ഡേയ്സ് 90s മൈദ ബക്കറ്റിൽ കലക്കിയിട്ട് നമ്മളെ ഒട്ടിക്കാൻ പോകുന്നു. ബിക്കോസ് വി ബിലോങ് ടു കോളനി. അപ്പോൾ നമ്മുടെ ജോലി ഇതൊക്കെ ഒട്ടിക്കുക എന്നുള്ളത് രാത്രിയിൽ.
അപ്പോൾ നമ്മളെ വിളിക്കുന്ന മൈദ സഖാവെന്നാണ്. നമ്മളാണ് രക്തസാക്ഷിയാകുന്നത്. അതിൻ്റെ പേരിൽ അവർ വണ്ടും പിരിവ് നടത്തും, അതും വെട്ടിച്ചുകൊണ്ട് പോകും, എവരിത്തിങ്. ഇവൻ എന്നിട്ട് ഇവിടെ വഞ്ചൂര് നടന്നതും ഹി വാസ് എ ദളിതെന്നാണ് ഞാൻ കേട്ടത്, വഞ്ചൂര് നടന്ന കൊലപാതകം. സോ ബാക്ക് ടു ബേസിക്സ്, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്, ഡോണ്ട് റൺ ആഫ്റ്റർ അതർ തിങ്സ്, ബി ഫോക്കസ്ഡ്, educate, agitate, organize, try to read Ambedkar again and again and again. It's not like he is a saint or anything. I don't believe in any saintism കൊടുക്കുന്നില്ലെന്നും പുണ്യാളനാക്കുന്നില്ലെന്നും കഥയൊന്നുമില്ല. He had his own flaws, അതൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിസത്തിൽ ജാതിയുണ്ട്, ബട്ട് ഹി കൺവേർട്ടഡ് ഗോഡ് ടു ബുദ്ധിസം. അവിടെ എനിക്ക് വിയോജിപ്പുണ്ട്, വിയോജിപ്പുകളാകാം, ബട്ട് ഹി ഹാഡ് സൊല്യൂഷൻസ്. അന്നത്തെ കാലത്ത് ഹി വാസ് വെരി ഇൻ്റലക്ച്വൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് പുള്ളിയാണ്. ഒരു ദളിതനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. സോ ഡോണ്ട് ഫർഗോട്ട് ദോസ് തിങ്സ്. നമുക്ക് കാപ്പബിലിറ്റി ഉണ്ട്, സ്കില്ലുണ്ട്, വി ക്യാൻ പ്രോഗ്രസ് ഫർദർ. 0 വണ്ടി തുടങ്ങും, ബട്ട് വി വിൽ സ്റ്റോപ്പ് നിയർ 80. അത് തന്നെ നല്ലതാണ്, മതി. നമ്മുടെ പിള്ളേർ സയൻസ് പഠിക്കട്ടെ, പൊട്ടാനും പാടാനും പോകാതിരിക്കട്ടെ. ഞങ്ങൾ പാണന്മാരായതുകൊണ്ട് ഞങ്ങൾ പാട്ടായിരുന്നു ഞങ്ങൾക്ക് പരിപാടി. അപ്പോൾ പണ്ടൊരാളിങ്ങനെ പറഞ്ഞതാണ്, പാണന്മാർ പാട്ട് പാടാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ പട്ടി വരുമെന്ന്. എൻ്റെ മക്കൾ സയൻസാണ് പഠിക്കുന്നത്, അത് നിങ്ങൾ റോക്കറ്റ് വിടാനാണ് പഠിക്കുന്നത്. അതേ ഞാൻ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം മറ്റേ നമ്മുടെ അബ്ദുൽ കലാം, മറ്റേ രാമേശ്വരം ഉരുണ്ട് വീണ ഇന്ത്യൻ ഓഷനിൽ, മദ്രാസിലെ തിരുച്ചിറപ്പള്ളിയിലെ BA ചെയ്ത്, മദ്രാസിൽ IIT പോലും അല്ല സയൻസ് ചെയ്ത്, അവസാനം എത്തി നിന്നത് DRDOയിലും മിസൈൽ മാൻ ഓഫ് ഇന്ത്യയും പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയും. ഞാൻ എപ്പോഴും വളരെ ഹൈ ഫിഗറായിട്ട് കാണുന്ന 2-3 പേരാണ്, അംബേദ്കറും അബ്ദുൽ കലാമും ഒക്കെ. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പിള്ളേരൊക്കെ പറയാം ഈ അംബേദ്കർ അബ്ദുൽ കലാമിനെ കാണാം. സോ അംബേദ്കർ അന്നത്തെ കാലത്ത്, അബ്ദുൽ കലാം ഇന്നത്തെ കാലത്ത്. റിട്ടയർഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഡിഗ്നിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ട് അയാൾ റിട്ടയർ ആയത്. സോ നമ്മൾ റോക്കറ്റ് ഇടാനുള്ളവരാണ്, അതായത് മാർക്കെങ്കിലും വേണ്ടി കഴകം പാടാനും കൊട്ടിപ്പാടാനും അടുക്കള കഴുകാനും പോകാനുള്ളവരല്ലോ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അംബേദ്കർ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ്.